ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും വയനാട്ടിലും പോളിംഗ് അവസാന മണിക്കൂറിലാണ്. രണ്ടിടത്തും ഭേദപ്പെട്ട പോളിംഗ് ആണ് ഇതുവരെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. വയനാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള പോളിംഗ് ശതമാനവും ചേലക്കരയിലെ പഞ്ചായത്തുകൾ തിരിച്ചുള്ള പോളിംഗ് ശതമാനവും വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം വയനാട്ടിലേക്ക് ആകെ 61.47% ആകെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ്. അതിൽ കൽപ്പറ്റ മണ്ഡലം നോക്കുകയാണെങ്കിൽ 61.68% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാനന്തവാടി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 60.36% പോളിംഗ്. സുൽത്താൻ ബത്തേരി മണ്ഡലം 60 ആയിട്ടില്ല, 59.45% പോളിംഗ്. നിലമ്പൂർ മണ്ഡലം 59.17% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറനാട് മണ്ഡലത്തിൽ അത് 65.93 എന്ന ഒരു വലിയ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറനാട് വണ്ടൂർ മണ്ഡലത്തിൽ 61.18% ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവമ്പാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും 60-ന് മുകളിലാണ്, 63.68% അവിടുത്തെ മണ്ഡലം തിരിച്ചുള്ള പോളിംഗ്. ഇനി ചേലക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേലക്കരയിൽ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് 63.95% ഏറ്റവും ഒടുവിലായി. അവിടെ പഞ്ചായത്തുകൾ തിരിച്ചുള്ള മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പോളിംഗ് ശതമാനം നോക്കാം. ചേലക്കര പഞ്ചായത്തിൽ 57.68% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാഞ്ഞാൾ പഞ്ചായത്തിൽ 60.59% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേശമംഗലം പഞ്ചായത്തിൽ 55.68% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുള്ളൂർക്കര പഞ്ചായത്തിൽ അത് 58.47%. തിരുവല്ലാമല പഞ്ചായത്തിൽ 55.28% പോളിംഗ് എന്ന് ഈ പട്ടികയിൽ കാണാം. ഇനി വരവൂർ പഞ്ചായത്തിലാണെങ്കിൽ അത് 55.38% പോളിംഗ്. വള്ളത്തോൾ നഗർ, ഒരുപക്ഷെ ഇടത് കോട്ടയായി കരുതപ്പെടുന്ന വള്ളത്തോൾ നഗർ പഞ്ചായത്തിലൊക്കെ 57.9% പോളിംഗ് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊണ്ടാഴി പഞ്ചായത്തിൽ 57.73% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പടയന്നൂർ പഞ്ചായത്തിൽ അത് 58.3% കാണാം. ഇനിയും പോളിംഗ് തീരാനുണ്ട്. പലയിടങ്ങളിലും വലിയ ക്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.